إلى حضرة روح نبيك مصطفى محمد صلى الله عليه وسلم وإلى أرواح مشايخنا وأساتذتنا أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ജമ്മിൻ്റെ നടക്കാൻ പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തഖ്സീസിന്റെ ബാബിലാണല്ലോ. ഇനി പറയാൻ പോകുന്നത് ഇതാകുന്നു: വൽ ആമു അൽ മുറാദു ബിഹി അൽ ഖുസൂസു ലൈസ ഉമൂമുഹു മുറാദൻ ലാ ഹുക്മൻ വലാ തനാവുലൻ. ഒരു ആമായ ഒരു പദം, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുസൂസാണ്. എല്ലാ അഫ്രാദുകളും അതിൽ പെടുന്നില്ല. ബഅദുൽ അഫ്രാദിലെ അത് ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. അപ്പോ ഹുക്കുമാലോ ആ ലഫ്ളിന്റെ ഉപയോഗത്താലോ ആ ആമായ പദത്തിന്റെ ഉമൂമിനെ ഉദ്ദേശിക്കപ്പെടുന്നില്ല, ഖുസൂസെ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ആമ്. ബൽ ഹുവ കുല്ലിയുൻ, അതെന്താണ്? കുല്ലിയാണ്. ആ പദം കുല്ലിയായിരിക്കും. ഏത് ഹൈസ്യത്തിൽ കൂടെ? മിൻ ഹൈസു അന്നലഹു അഫ്രാദൻ ബിഹസ്ബിൽ അസ്ലി, അടിസ്ഥാനപരമായി അതിന് അഫ്രാദുകളുണ്ട് എന്ന ഹൈസ്യത്തിൽ കൂടെ ഖുസൂസ് ഉദ്ദേശിക്കുന്നതുള്ളൂ. എങ്കിലും ആമ് കുല്ലിയായ ഒരു പദമാണ്. എങ്ങനത്തെ കുല്ലി? ഉസ്തുഇമല ഫി ജുസ്ഇയ്യിൻ, ആ ഫർദുകളിൽ നിന്ന് ഒരു ഫർദിൽ മാത്രം അതിന് ഉപയോഗിക്കപ്പെട്ടു. പദം കുല്ലിയാണ്, എല്ലാ ഫർദിനും അത് ഉപയോഗിക്കുന്നില്ല. ഒരു ഫർദിൽ മാത്രമേ ആ കുല്ലിയായ പദത്തെ ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിൽ ഒമിൻ സമ്മ ഐ മിൻ ഹുന വഹുവ അന്നഹു കുല്ലിയുൻ ഉസ്തുഇമല ഫി ജുസ്ഇയ്യിൻ ഐ മിൻ അജ്ലി ദാലിക എന്നതാണ് ഒമിൻ സമ്മ എന്നതിന്റെ അർത്ഥം. അതാണ് അവിടെ മുഫസ്സിർ വിശദീകരിച്ച് തന്നത്. ആ കാരണത്തിന് വേണ്ടി. ഏത് കാരണം എന്ന് വെച്ചാൽ അതൊരു മുഷാറിലെ ഉണ്ടല്ലോ. അവിടെ മുമ്പൊരു കാര്യം പറഞ്ഞ് അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് നൽകുന്നൊരു പദമായിട്ടാണ് ഒമിൻ സമ്മ. ആ ഒമിൻ സമ്മയിൽ എന്തൊക്കെ പെടും? മിൻ ഹുന, ഇവിടുന്ന്, കുല്ലിയായ ഒരു പദം ജുസിയായ ഒരു പദത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ആ കാരണത്തിന് വേണ്ടി കാന മജാസൻ ഖത്അൻ. എന്നാ ആ കുല്ലിയായ പദപ്പ് എന്തായി? ഉറപ്പായിട്ടും മജാസായി. അതിൽ തർക്കമില്ല. എന്ത് നോക്കിയിട്ടാണത് മജാസ് എന്ന് പറയുന്നത്? നളറൻ ലി ഹൈസിയത്തിൽ ജുസിയ്യത്തി, ജുസിയ്യത്തിന്റെ ഭാഗത്തിൽ കൂടെ നോക്കുമ്പോൾ ആ കുല്ലി ആയ പദം മജാസിയാണ്. കാരണം കുല്ലിയാകുമ്പോൾ ഒരുപാട് ഫർദുകളുണ്ട്, അതിനൊക്കെ അത് ഉപയോഗിക്കണം. അത് ചെയ്യുന്നില്ല. ബഅദുൽ അഫ്രാദിൽ എന്ന് പറഞ്ഞ ഒരു ഫർദിലെ ഉപയോഗിക്കുന്നുള്ളൂ ആ കുല്ലിയായ പദത്തെ. അപ്പൊ അതിന്റെ ഹഖീഖിയും വിട്ടിട്ട് ജുസിയിൽ ഉപയോഗിക്കുക എന്ന ആശയത്തിൽ കൂടെ നോക്കുമ്പോൾ ആ കുല്ലിയായ പദം ജുസിൽ ഉപയോഗിക്കുമ്പോൾ അത് ഹഖീഖിയല്ല, മജാസ് ആണ് എന്നാണ്. അപ്പോ അതിന് ഉദാഹരണം നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മിസാലു ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വാക്കാണ് അതിന്റെ ഉദാഹരണം. എന്താ അള്ളാന്റെ വാക്ക്? അല്ലദീന ഖാല ലഹുമുന്നാസ്, അല്ലദീന ഖാല ലഹുമുന്നാസ്, അന്നാസ്. ഈ അന്നാസി എന്ന് പറയുന്ന പദം കുല്ലിയായ ഒരു പദമാണ്. നാസിൽ ആരൊക്കെ പെടും? അതൊക്കെ നാസാണല്ലോ. ഈ നാസിനെ, കുല്ലിയായിരിക്കുന്ന ഈ നാസിനെ ഒരു ഫർദിനെ ഉപയോഗിച്ചത്. ഏതാണ് ആ ഫർദ്? അതാണ് അവിടെ വിശദീകരിച്ച് തരുന്നത്. നുഐമ ബിനു മസ്ഊദ് എന്ന് പറയുന്ന ആള്, അൽ-അസ്ജഈ, അയാളാണ് അന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അയാൾക്ക് മാത്രമാണ് ഇപ്പോ അന്നാസ് എന്ന കുല്ലിയായ ആ പദത്തെ നുഅൈം ബിൻ മസ്ഊദ് അൽ അസ്ജഅ് എന്ന് പറയുന്ന ആ ഒരു ഫർദിന് ഉപയോഗിച്ചത്. അപ്പൊ അത് മജാസിയായിട്ട് വന്നു. എന്നാൽ ഈ നുഅൈം ബിൻ മസ്ഊദിന് എന്തുകൊണ്ട് അന്നാസ് എന്ന കുല്ലിയ പദം ഉപയോഗിക്കേണ്ടി വന്നു? ഖിയാമിഹി മഖാമ കസീരിൻ ബി തശ്ബീതിഹി അൽ മുഅ്മിനീന അൻ മുലാഖാത്തി അബി സുഫിയാൻ വ അസ്ഹാബിഹി. അബൂ സുഫിയാനെയും സംഘത്തെയും കണ്ടുമുട്ടലിനെ തൊട്ട് സത്യവിശ്വാസികളായ ആളുകളെ പിന്തിരിപ്പിക്കുന്ന കാര്യത്തിൽ അധിക ജനങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് ഈ ഒരൊറ്റ ആൾ നിന്നു. ഒരുപാട് ജനങ്ങൾ ചെയ്യേണ്ട ഒരു പണി ഇയാളിനാണ് ചെയ്തു. അപ്പൊ ആ ഒരു പെരുപ്പം കണ്ടപ്പോൾ അയാൾക്ക് ഉപയോഗിച്ചൊരു പദമാണ് അന്നാസ് എന്ന കുല്ലിയായ പദം. ഈ കുല്ലിയായ പദം ജുസിയിൽ ഉപയോഗിച്ചു. ജുസി ഏതാണ്? നുഅൈം ബിൻ മസ്ഊദ് എന്ന്. അപ്പോ അന്നാസ് മജാസ് ആണ് ആ നിലക്ക്. വേറൊരു ഉദാഹരണം കൂടി കാണാം. അം യഹ്സുദൂന അന്നാസ, അവർ അന്നാസിനോട് അസൂയ വെക്കുകയാണെന്ന്. ഈ അന്നാസ് ഇവിടെ ആരാ ഉദ്ദേശിക്കപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവിടുത്തെ അന്നാസ് ഉപയോഗിച്ചത് നബിക്കാണ്. അത് കുല്ലിയായ ഒരു പദമല്ലേ? ആ അന്നാസിലെ ഒരു ഫർദല്ലേ ഹബീബായ നബി തങ്ങള്? അപ്പൊ ഒരു ഫർദിലാണ് ആ അന്നാസ് എന്ന കുല്ലിനെ ഉപയോഗിച്ചത്. അപ്പൊ ആ അന്നാസ് എന്താണ്? ജുസ്ഇ ഉപയോഗിച്ചത് മജാസായി വന്നു എന്നർത്ഥം. നബിക്ക് അന്നാസ് എന്ന് ഉപയോഗിക്കാൻ ലിജംഇ മാ ഫിന്നാസി മിനൽ ഖിസാൽ ജമീല, സർവ്വലോക ജനങ്ങളിൽ ഒത്തിണങ്ങിയ ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യം മുഴുവനും ഹബീബായ നബി തങ്ങൾ സമ്മേളിച്ചിട്ടുണ്ട്. അപ്പൊ അന്നാസ് എന്ന് പറയാൻ മാത്രം വിധങ്ങളുണ്ട്. അപ്പൊ അന്നാസ് എന്ന് പറയുന്ന കുല്ലിയായ പദത്തെ ജുസ്ഇയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞ ഫർദിൽ ഉപയോഗിക്കപ്പെട്ടു. അപ്പൊ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തെ അനാസും കുല്ലിയായിരിക്കെ മജാസുമാണെന്ന് മനസ്സിലാക്കാലോ. ഇനി വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അന്നാസ് ഫിൽ ആയത്തിൽ ഊല, ഒന്നാമത്തെ ആയത്തിൽ അന്നാസ് എന്ന് പറഞ്ഞത് വഫ്ദു മിൻ അബ്ദി ഖൈസ്, അബ്ദു ഖൈസിന്റെ സംഘമാണ് എന്നാ. വഫി സാനിയത്തി, രണ്ടാമത്തിൽ അന്നാസ് അൽ അറബ് എന്നാണ്. ഇങ്ങനെയും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ശരി. അപ്പോ ഖുസൂസ് ഉദ്ദേശിക്കപ്പെടുന്ന ആമായ ഒരു പദം ഹുക്മ നൽകായാലും പദമുപയോഗത്തിലായാലും അതിന്റെ ഉമൂം ഉദ്ദേശിക്കപ്പെടുന്നില്ല എങ്കിൽ അത് കുല്ലിയായ ഒരു പദമാണ്. അത് ജുസിയിൽ ഉപയോഗിക്കപ്പെട്ടാൽ ആ കുല്ലിയായ പദം എന്തായി മാറും? മജാസായി മാറും. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. വതസമ്മഹ ബി ഖൗലിഹി കുല്ലിയൻ, മുസന്നിബ് കുല്ലിയൻ എന്ന് പറഞ്ഞ പദത്തിൽ വിശാലത കാണിച്ചിട്ടുണ്ട്. അലാ ഖിലാഫി മാ ഖദ്ദമഹു മിൻ അന്ന മദ്ലൂലൽ ആമി കുല്ലിയത്തുൻ, ആമിന്റെ മദ്ലൂല് അർത്ഥം കുല്ലിയത്താണ് എന്ന മുസന്നിഫ് ആദ്യം പറഞ്ഞിരുന്നു. അതിന് നേരെ എതിരായിട്ട് ഇവിടെ കുല്ലിയൻ എന്ന് പറഞ്ഞു. അതൊരു വിശാലതമായി കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പൊ കുല്ലിയത്ത് എന്നുള്ളത് കുല്ലിയുൻ എന്ന് വിശാലമായി ഉപയോഗിച്ചതായി കാണാം. മുസന്നിഫ് ചെയ്ത പണി പതാണെന്ന് മനസ്സിലാക്കാറുള്ളത്. ആട്ടെ, വല്ലവ്വലു ആദ്യം പറഞ്ഞത് ഏതാ? ആദ്യം അയൽ ആമുൽ മഖ്സൂസു, ഖാസാക്കപ്പെട്ട ആമ്, അതിന്റെ ഒന്നും മുഴുവനുമില്ല. ഖാസാക്കപ്പെട്ടതായ ആമ് അൽ അഷ്ബഹു, ഏറ്റവും യോജിച്ചത്, അന്നഹു ഹഖീഖത്തുൻ, അത് ഹഖീഖത്ത് തന്നെയാണ്, മജാസാക്കാൻ നിൽക്കണ്ട. ഫിൽ ബഅദിൽ ബാഖി ബഅദ തഖ്സീസി, തഖ്സീസാക്കിയതിന് ശേഷം ബാക്കി ഫർദുകളിൽ അതിനുപയോഗിച്ചാൽ അത് എന്തെന്നെയാണ്? ഹഖീഖത്ത് തന്നെയാണ്. അത് മജാസാക്കി വെക്കേണ്ടതൊന്നുമില്ല. ഇത് ആരോട് യോജിച്ചിട്ടാ പറയുന്നത്? വിഫാഖൽ ലിശൈഖിൽ ഇമാം വാലിദുൽ മുസന്നിഫി, മുസന്നിഫിന്റെ പിതാവായ ഇമാം ഷെയ്ഖ് അവരോട് യോജിച്ചിട്ട്. വൽ ഫുഖഹായിൽ അനാബിലത്തി, അംബലി മദ്ഹബിലെ ഫുഖാക്കളോട് യോജിച്ചിട്ട്. കസീർ മിനൽ ഹനഫിയ, ഹനഫി മദ്ഹബിലെ അധിക ഫുഖാക്കളോടും യോജിച്ചുകൊണ്ട്. അക്സർ ഷാഫിഇയ്യ, ഷാഫി മദ്ഹബിലെ അധിക പണ്ഡിതന്മാരും ഇവരോടൊക്കെ യോജിച്ചത് കൊണ്ടാണ് മഖ്സൂസായ ആമിനെ ഏറ്റവും യോജിച്ചത് മജാസ എന്ന് പറയലല്ല, അത് ഹഖീഖത്ത് തന്നെയാണ്. തഖ്സീസാക്കിയതിന് ശേഷം
അതിന്റെ ബാക്കി ഫർദുകളിൽ അത് ഉപയോഗിച്ച് വരികയാണ് എങ്കിൽ അത് ഹഖീഖത്ത് തന്നെയാണ്, അത് മജാസാക്കാനൊന്നുമില്ല. കാരണം لأن تناول اللفظ للبعض الباقي في التخصيص തഖ്സീസിൽ ചില അഫ്രാദുകളല്ല തഖ്സീസാണത്. ആ തഖ്സീസ് ആക്കുമ്പോൾ ആ ചില അഫ്രാദുകൾക്ക് ഈ പദം ഉപയോഗിക്കുന്നത് കതനാവുലിഹി ലഹു ബിലാ തഖ്സീസിൻ, തഖ്സീസ് ആക്കാതെ തന്നെ ഈ ബാദുൽ അഫ്രാദുകൾക്ക് ആ പദം ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ. അപ്പൊ തഖ്സീസ് ആക്കുന്നതിന് മുമ്പ് ഈ ബഅദുൽ അഫ്രാദിന് അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഹഖീഖത്തല്ലേ. അതുപോലെ തഖ്സീസിലും ആക്കിയതിന് ശേഷം ബഅദുൽ അഫ്രാദില് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഹഖീഖത്ത് തന്നെയാണ് വരേണ്ടത്. വദാലിക തനാവുലു ഹഖീഖിയ്യുൻ ഇത്തിഫാഖൻ, തഖ്സീസ് ഇല്ലാതെ ആ ബഅദുൽ അഫ്രാദില് ഈ ആമിയായ പദം ഉപയോഗിക്കുന്നത്, ആമായ ഈ പദത്തെ ഉപയോഗിക്കുന്നത് ഹഖീഖിയാണല്ലോ, അതിലാർക്കും തർക്കമില്ല. അപ്പോൾ ഫൽയക്കുൻ ഹാദ തനാവുലു ഹഖീഖിയ്യൻ അയ്ള, അപ്പൊ തഖ്സീസാക്കിയതിന് ശേഷം ഈ ബാദിൽ ആമായ പദത്തെ ഉപയോഗിക്കുന്നതും എന്താവട്ടെ, ഹഖീഖിയാവട്ടെ എന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ആമിയ ഒരു പദമാണ്, ഉദ്ദേശം ഖുസൂസാണ്, മൊത്തത്തിൽ അതിന്റെ ഉമൂമില്ല, അത് കുല്ലിയായ ഒരു പദമാണ്. ആ കുല്ലിയിനെ ജുസിയിൽ ഉപയോഗിച്ചാൽ അതെന്തായി, മജാസായി എന്നാണ് പറയുന്നത്. അതിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആക്കണമെന്നില്ല. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് തഖ്സീസാക്കിയതിന് ശേഷം ബഅദുൽ അഫ്രാദിൽ അത് ഉപയോഗിച്ചാൽ ഹഖീഖിയാവലാണ് അശ്ബഹി ഏറ്റവും യോജിച്ചത് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ മൂന്നാമത്തെ ജമ്മിന്റെ ക്ലാസ് ഇതോടുകൂടെ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ദിനങ്ങൾ നമുക്ക് തുടരാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഇത് പറഞ്ഞതിലുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമുക്കത് ഉൾക്കൊള്ളുവാനുള്ള വിധിയും തൗഫീഖും ബുദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്ത് നല്ല രൂപത്തിൽ ഗ്രഹിക്കുവാൻ അള്ളാഹു ഭാഗ്യം നൽകി തുണക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ഈ വോയിസ് നിങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.